നോക്കിക്കോളാം. കളഞ്ഞത് എല്ലാത്തിനും ഞാൻ തന്നെ വേണം. എടാ ഫിഫു, ഇതിലൂടെ ചക്കക്കുരു ഇടാൻ പറഞ്ഞു. ഓ ശരി. മോശമൊന്നുമല്ലല്ലോ, നല്ലതൊക്കെയാണ്. ഒന്ന് കഴിച്ചു നോക്കിയേ. എന്നാ നീ മിണ്ടരുത്. അവളുടെ ചേച്ചിയുടെ മുമ്പിലേ ഞാൻ മണ്ടനായി പോയി. നീ ഒറ്റൊരുത്തൻ കാരണമാണ് തെണ്ടി. ഞാൻ എന്ത് ചെയ്തെന്നാണ് അവരൊരേ ഒല്ലിക്കണേ? ഞാൻ എന്ത് ചെയ്യാനാണ്? അതെന്താന്നറിയോ, എന്റെ ഉഷ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ട്വിൻസ് ആണെങ്കിൽ ഒരേപോലെ ഇരിക്കത്തുള്ളൂ. പുതിയ അറിവാണ്. ഒരു കാര്യം ചെയ്യ്, ഈ ചക്ക കഴിഞ്ഞിട്ട് മിണ്ടാതിരി. ക്ലാര എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? നാളെങ്കിലും മെഴ്സി ടീച്ചർ ഒന്ന് ക്ലാസ്സിൽ കയറ്റിയാൽ മതിയായിരുന്നു. നാളെ കുറച്ച് ചക്കയായിട്ട് പോയാലോ? ചക്കക്കുരൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതും പറഞ്ഞ പരാതി പറയാൻ നിൽക്കണ്ട. ചേട്ടൻ നല്ല പണി കാണിച്ച. എന്താ പെട്ടെന്ന് പോയി കളഞ്ഞ? ഞാൻ കൊറേ നോക്കി. ഹായ് ചക്ക. ഞാൻ വൈകിട്ടേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. അത് ഞാൻ മേരിയാന്ന് വിചാരിച്ച് ക്ലാര ഒന്നിപ്പോ അറിയാണ്ട് പറ്റിപ്പോയതാ. സോറി. എന്ത് പ്രശ്നം വന്നാലും കട്ടയ്ക്ക് കൂടെ നിക്കോ? മേരി എന്റെ കൂടെ വെക്കോ? ചേട്ടന്റെ കൂടെ ഞാൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും പോട്ടെ പോലെ നമുക്ക് ഇടിച്ചേക്കാം. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. എന്താ പ്രശ്നം? മെയിൻ ആയിട്ട് 3 കാര്യങ്ങളുണ്ട്. 1, ചേച്ചിക്ക് ഇഷ്ടപ്പെടണം, പാപ്പയ്ക്ക് ഇഷ്ടപ്പെടണം, എന്നല്ല സമ്മതിക്കും. 2, മാമോസം വേണം. മാമോസിയ ഞാനാ? അപ്പൊ മൂന്നാമത്തെ 3 തേക്കൊണ്ട് പഠിക്കണം. മറ്റേ ഡിഷും ചക്ക തീർന്നോ? നേരെ കിഴിച്ചതും ചക്കയാണ്. ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. പോട്ടേട്ടാ. ആരത്? മേരി. മേരിയാ? അവളെന്തിപ്പോ ഇങ്ങോട്ട് വന്നേ? അവൾക്ക് ഒരാളെ ഇഷ്ടമാണെന്ന്. മേരി നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നമ്മൾ ഇഷ്ടപ്പെടേണ്ട ആളെയല്ല നമ്മൾ ഇഷ്ടപ്പെടാൻ. അവൾക്ക് പക്ഷേ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. എന്ത് ഡിമാൻഡ്? എടാ, ആദ്യം തന്നെ അവളുടെ ചേച്ചിക്കും അച്ഛനും എന്നെ ഇഷ്ടപ്പെടണം. അതിനെന്ത് കുഴപ്പം? നാളെ നീ ആ വീട്ടിലേക്കല്ലേ കയറി ചെല്ലണ്ടേ? അപ്പൊ അവൾക്ക് ഇഷ്ടപ്പെടണ്ടേ ആയിട്ടുള്ള കാര്യം അല്ലേ? പിന്നെ അവള് പറഞ്ഞു മാമോത്സവം വേണമെന്ന്. ഞാൻ തന്നെ. പിന്നെ വേറെ ആര്? ഇങ്ങോട്ട് നോക്ക്. മേരി അതിന്റെ ഭാഗ്യം. വല്ല മൈമുനെയും ഫാത്തിമേനും നീ പെട്ടുവേനെ. റിസ്കിന്റെ കാര്യം പറയപ്പോ മൂന്നാമത്തെ കാര്യത്തിൽ റിസ്കാ. എന്താ? എടാ, എന്നോട് തൈക്കോണ്ട പഠിക്കാൻ. ഞാൻ എന്തിനാണോ തൈക്കോണ്ട പഠിക്കണേ? മനസ്സിലാവുള്ളൂ. എനിക്കൊന്നും എന്താണെന്നറിയോ, മേരി ചിലപ്പോ ഉദ്ദേശിക്കുന്നത് നീയും മേരി അടങ്ങുന്ന ഒരു കൊച്ചു മാർഷൽ ആർട്സ് കുടുംബം അല്ലേ? എനിക്ക് കുഴപ്പമൊന്നും തോന്നല്ല. എന്തെങ്കിലും കുഴപ്പം തോന്നണ്ട. ശരിയായിരിക്കും അല്ലേ? ഇങ്ങനെയായിരിക്കുമല്ലോ ഓരോരുത്തർ നമ്മുടെ ലൈഫിലേക്ക് ഇടിച്ചേറി വരുന്നത്. അല്പം പിടിവാശി ഉണ്ടെങ്കിലും ആളൊരു പാവല്ലടാ ഫിഫു. പഞ്ചപാവം. നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നറിയോ ചേട്ടന്? ഷാജഹാൻ ഒന്നാം ദൈവം ഇതാണ്. ഇതാ. പിന്നല്ല, ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് സമ്മ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അവരൊക്കെ അടിപൊളിയായിട്ട് കണ്ടിട്ടാ. സൂപ്പറാണ്. പിന്നെ ചേട്ടാ, ക്ലാരയുടെ എൻഗേജ്മെന്റ് ആവാറായി. അത് നമുക്ക് വിളിക്കാം. കാര്യമായിട്ടും ഐ കോൺഫോം. ഫുൾ കോൺഫോം. പിന്നല്ല, പൊളിച്ചെടുക്കണം. അത് കേട്ടാ മതി. ചേട്ടാ, ചേട്ടൻ എന്തെങ്കിലും തിരക്കുണ്ടോ? ഇപ്പൊ പോണോ? എന്ത് തിരക്ക്? ഈ സൂര്യാസ്തമയ സമയത്ത് ഇവിടത്തെ തിരുമാലകളെ നോക്കിയിരിക്കാൻ എന്ത് രസമുള്ള മേരി. എന്നാ ചേട്ടന് ഇവിടെ ഇരുന്നോ. ഞാൻ ഒരു കാര്യം വിട്ടുപോയി. എനിക്ക് 6 മണിക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി. പോട്ടെ. ടാറ്റാ. സാധനം. ഗുഡ് മോർണിംഗ് മിസ്. എന്ത് പറ്റി മിസ്? ഒന്നുമില്ല. ശ്രീലേഖ മിസ് ബാഡ്മിന്റൺ കളിക്കില്ലേ? ബാഡ്മിന്റൺ ഒക്കെ നല്ല എനർജറ്റിക് സ്പോർട്സ് അല്ലേ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്.
സൈന നേവാൾ, ജ്വാല ഗുഡ, PV സിന്ധു, ജോലി രാജിവെച്ച് ടീച്ചറൊക്കെ ബാഡ്മിന്റണിൽ ഇറങ്ങണം. അതിനുള്ള കാലിബർ ഉണ്ട് നിങ്ങൾക്ക്, ഞാനത് കാണുന്നു. ചേട്ടൻ എന്താ ഇപ്പൊ തൈക്കോണ്ടോ ക്ലാസ്സിനൊന്നും വരാത്തെ? മേരി ഭയങ്കര ഉഴപ്പാണ് കേട്ടോ. മേരി ക്ലാര ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇത് നോക്ക്. നീ എന്തിനാണ് ഇതെപ്പോഴാ ലൈലാസന്റെ വാലത്തൊന്ന് നടക്കുന്നത്? അവനൊരു ലോക തല്ലിപ്പൊളിയാ. അടിയും വീട്ടിയും ഒരു ഷോ. അതാണ് ലൈലാസുരൻ ചേട്ടൻ. പുള്ളി വെറും ചുമ്മാണ്. അല്ലാണ്ട് ചെലവന്മാരെ പോലെ കിടന്നോ, ചോറുണ്ടോ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നിനക്ക് കുറച്ച് കൂടുന്നുണ്ടോ മേരി? എന്താ സ്വന്തം ലൈഫിൽ തീരുമാനം എടുക്കാൻ കഴിയാത്തവരാരും എന്റെ ലൈഫിൽ ഇടപെടാൻ നിൽക്കണ്ട. അയാളായിരിക്കും എന്താ എടുക്കുന്നില്ലേ? ഇഷ്ടല്ലേ കട്ടി. ഹലോ, കഴിച്ചു. ഇല്ല, കിടന്നിട്ടില്ല. കുറച്ചും കൂടെ അസൈൻമെന്റ്സ് പെൻഡിങ് ഉണ്ട്. ശരി, ഗുഡ് നൈറ്റ്. ഇയാൾക്കിതേ ചോദിക്കാനുള്ളൂ, നിനക്ക് വേറെ പണിയില്ലേ? നീ നിന്റെ കാര്യം നോക്ക്. അന്തസ്സുള്ളവരൊക്കെ അങ്ങനെ. നീ നിന്റെ കാര്യം ശരിക്കും ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചാ നിനക്ക് കൊള്ളാം. ഒരു യോഹന. അഭിലാഷ് കുമാർ FM, എന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. എക്സാം ഹാളിലും ടെൻഷൻ വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുന്നിൽ ഇരുന്നോണ്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. ഇതാ ഇങ്ങനെ ഇൻഹേൽ. ഡങ്കൻ സാഹിബിന്റെ ഉപദേശപ്രകാരം ഞാൻ ഈ ചാപ്റ്റർ നോക്കിയിട്ടില്ല. ടെസ്റ്റ് ബുക്ക് കിട്ടില്ല. എപ്പോഴാണ് കുഞ്ഞു ചാപ്റ്റർ ഇതിപ്പോ കാണാൻ കഴിയോ? എന്തറല്ലേലു എന്തൊരു പറ. ഒരു രസമില്ല. അത് ഈ പരീക്ഷ കഴിഞ്ഞ് തോക്കുമ്പോ റെഡി ആയിക്കോളും. അതല്ലടാ, ഞാനും മേരി തമ്മില് എനിക്കെന്തോ എന്തെന്തോ അറിയില്ലടാ. വെറുതെ എക്സാം തുടങ്ങിയില്ലേ? ഇപ്പൊ തുടങ്ങും. പിന്നെ ചേട്ടാ, നാളെ കഴിഞ്ഞാൽ നാഷണൽസിന് പോകും. ഇനി കുറച്ച് ദിവസം ഉണ്ടാവില്ല. ഞാൻ വരുമ്പോഴേക്കും ക്ലാരയോടും പപ്പയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പെട്ടെന്ന് സെറ്റ് ആക്കാൻ നോക്ക്. മറക്കണ്ട, ഇനി അധികം സമയമില്ല കേട്ടോ. ശരി, എക്സാം നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. പരീക്ഷ പഠിക്കണേ. അവളുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അവളുടെ ചേച്ചിയോട് പ്രേമാണെന്ന് തോന്നുന്നു. എല്ലാവരും സമ്മതിക്കണേ എനിക്ക് അവിടെ വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിച്ച പോരെ. നീ ഇതൊക്കെ എന്നോടല്ല ചോദിക്കണ്ടേ, പോയി അവളോട് ചോദിക്കും. ഞാൻ ചോദിക്കും. അതിനെന്ത് ചൂടാവണത്? അല്ല, അയ്യോ ഒരു എക്സാം വന്നങ്ങട് അതേ പോലെ നമ്മളുണ്ട്. കഴിഞ്ഞ കുറെ മാസങ്ങളായി സ്ഥിരമായി എന്റെ മേശയിൽ ആരോ ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവണം. ആരാണെങ്കിലും കർത്താവിന്റെ നാമത്തിൽ ഇന്ന് തന്നെ വന്ന് മാപ്പപേക്ഷിക്കണം. അതല്ലെങ്കിൽ എത്ര സമയം എടുത്താലും ഞാൻ തന്നെ കൈയക്ഷരം വെച്ച് കണ്ടുപിടിച്ചിരിക്കും. ഏതൊന്നും അറിയണാവോ മിസ്സിനൊക്കെ ലവ് ലെറ്റർ വെക്കണത്? നല്ല സാറുമാരൊക്കെ ആയിരിക്കും. പ്രൊഫസർ HOD തരകരായിരിക്കും. ഇവിടെ എക്സാം എങ്ങനെയുണ്ട്? നീ ജയിക്കോ? നീ ജയിച്ചാൽ ഞാനും ജയിക്കും. അപ്പ തോറ്റ്. അല്ല, നമ്മളിപ്പോ എങ്ങോട്ടാണ് പോണത്? നീ നേരത്തെ ഒരു അനൗൺസ്മെന്റ് കേട്ടായിരുന്നു. ഏതൊരു നാറി നമ്മുടെ മേശി മിസ്സിനെ ലവ് ലെറ്റർ വെച്ചല്ലേ? അങ്ങനെ ഏതൊരു നാരല്ല, അത് ഞാനാണ്. അയ്യോ, നീ എന്താണ് പറഞ്ഞത്? ഇതൊക്കെ വലിയ പ്രശ്നമാവട്ടാ. എന്തുട്ട് പ്രശ്നം? എനിക്ക് മിസ്സിന് ഇഷ്ടമാവണ്ടല്ലേ? ഇഷ്ടം തേങ്ങണ്. ആരെങ്കിലും പഠിപ്പിക്കണം മിസ്സിനെ ലവ് ലെറ്റർ വെക്കൂ. അത് മേഴ്സി മിസ്സിന് നാറി ഇടിച്ചുകൊണ്ടല്ലോ. നാറികളെ അപ്പൊ നീയൊക്കെയാണല്ലേ മിസ് മേഴ്സി ഞാൻ ലവ് ലെറ്റർ വെച്ചത്? അത് സാറേ, ഇവനൊരു അബദ്ധം പറ്റി പോയതാണ് സാറേ. അത് സാറേ, എനിക്ക് മേഴ്സി മിസ്സിന് ഒരുപാട് നാളായിട്ട് മിസ്സിനെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി തമാശിക്കാൻ ചെയ്തു പോയതാണ് സാറേ. അവന് ടീച്ചർ ഒന്നും കൊടുത്ത് പറഞ്ഞു വിടരുത് സാറേ. പ്ലീസ് സാറേ, പ്ലീസ്. തമാശ കളിച്ച് മിസ് മേഴ്സി ഞാൻ കരയിപ്പിച്ചപ്പോ സമാധാനമായില്ലേ സാറേ? അവന്റെ ഭാവി നശിപ്പിക്കരുത് പ്ലീസ് സാറേ. എങ്ങനെയാ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. റിജു ഫെർണാണ്ടസ് തേങ്ങയാണ്, തേങ്ങ. നിന്നാണ്ടല്ലേ ഇടിച്ച് മിസ്സിന്റെ അടുത്ത് സോറി പറയാം. നടക്കാൻ വിട്. നീക്കിത് എങ്ങോട്ട് റൈഡിച്ച് കയറി പോകുന്നത്? മേഴ്സി നാനാൻ ദേഷ്യത്തിലായിരിക്കും. പാവം. ഞാൻ അവിടെ ചെന്ന് മേഴ്സി നാനാനോട് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ആക്കിയിട്ട് വിളിക്കും. അപ്പൊ കയറി വന്നോ, മാപ്പ് പറഞ്ഞോണം. ഇവൻ പറയും. പറഞ്ഞാൽ പറയാം. മിസ് മേഴ്സി നാനാൻ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു.